നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ പഠിച്ചിരുന്നു? നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ എന്താണ് പഠിച്ചു. ആ ഇലക്ട്രിക് ഡൈപോളിന് ചുറ്റുമുള്ള ഫീൽഡ് ലൈൻസുകൾ പഠിച്ചിരുന്നു. അതായത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിച്ചിരുന്നു. പിന്നീട് ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ് പഠിച്ചു അല്ലേ. ഇലക്ട്രിക് ഡൈപോൾ മൊമെൻ്റ്, ഇലക്ട്രിക് ഡൈപോളിൻ്റെ സ്ട്രെങ്ത്ത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഠിച്ചിരുന്നു. പിന്നീട് അതിൻ്റെ ഒരു ഇക്വേഷൻ പഠിച്ചു നമ്മൾ, P = Q × 2. ഓക്കെ, ഇന്ന് ഡൈപോളുമായി ബന്ധപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന്, ആക്സിയൽ ലൈനിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കണക്കാക്കുക. അതേപോലെ തന്നെ ഇക്വറ്റോറിയൽ ലൈനിലുള്ള ഒരു പോയിൻ്റ്, ആ പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് നമ്മൾ ഇന്നിവിടെ കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ആദ്യം ശ്രദ്ധിച്ചോ, ഞാനിവിടെ കൊടുക്കുന്നത് ഒരു ഇലക്ട്രിക് ഡൈപോൾ. അതാദ്യം മനസ്സിലാക്കാം. നമുക്കറിയാം, ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് മറ്റൊന്നേതായിരിക്കണം, നെഗറ്റീവ് ചാർജ്. ഒന്ന് പോസിറ്റീവ് ചാർജ്, മറ്റു നെഗറ്റീവ്. Two equal and opposite charges separated by a small distance 2e. ഇനി ഈ ഇലക്ട്രിക് ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ്, സ്മാൾ ഡിസ്റ്റൻസ് 2a അല്ലെങ്കിൽ 2l കൊടുക്കാം. ഞാൻ 2l കൊടുത്തു. ഇനി നോക്കുക, എന്താണ് ആക്സിയൽ ലൈൻ, അതേപോലെ തന്നെ എന്താണ് ഇക്വറ്റോറിയൽ ലൈൻസ്, ഇതപ്പോൾ പറയാം. അപ്പോൾ നമുക്കറിയാം, ഇലക്ട്രിക് ലൈൻസിൽ നമുക്ക് എങ്ങോട്ടായിരിക്കും, പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലേക്ക് പാസ്. ഇങ്ങനെ നമ്മൾ വരച്ച് പഠിച്ചു. അതൊക്കെ പോസിറ്റീവ്. ഇനി ഈ ഇലക്ട്രിക് ഡൈപോൾ ഇനി ഞാൻ ഇവിടെ വേണമെങ്കിൽ കൊടുക്കും, ഈ ഭാഗം. അല്ലെങ്കിൽ നോക്കിക്കോ, ഇതിന് നേരെ ഇങ്ങനെ വരച്ചാൽ ഇവിടെ ഞാനൊരു പോയിന്റ് കൊടുക്കണം, P എന്നൊരു പോയിന്റ്. ഈ ഡൈപോളിന് അതേ ഡയറക്ഷൻ, അതേപോലെ തന്നെ മറ്റൊരു പോയിന്റ് ഞാൻ കൊടുക്കുന്നത് ഇപ്പോൾ ഇങ്ങനെ വരച്ച് ഇവിടെയാണ് കൊടുക്കുന്നത്, Q എന്നൊരു പോയിന്റ്. എങ്കിൽ ഈ P എന്ന പോയിന്റ് ഈ ഡൈപോളിൻ്റെ ആക്സിയൽ ലൈനിലാണ് ഇവിടെ കൊടുക്കാം. അതും എന്താണ്, ആക്സിയൽ ലൈൻ. ഓക്കെ, നേരെ മറിച്ച് ഈ Q എന്ന പോയിന്റ് ഇക്വറ്റോറിയൽ പ്ലെയിനിലാണ്. അപ്പോൾ P എന്നത് ആക്സിയൽ ലൈൻ, ഇതേതായിരിക്കും ഇക്വറ്റോറിയൽ ലൈൻ. അപ്പോൾ നമുക്ക് ഇന്ന് ഇവിടെ പഠിക്കാനുള്ളത്, ഈ P എന്ന പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര, ഈ ഡൈപോൾ കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര. അതേപോലെ Q എന്ന പോയിന്റിലുള്ള ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്ര എന്നുള്ളതാണ്. ഇപ്പം നിങ്ങൾക്ക് ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും എന്താണ് എന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കേൾക്കും. അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ വേണ്ടി പോകുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് ഫീൽഡ് intensity on the axial line of the dipole. Axial line of the dipole. Electric field intensity on the axial line of the dipole. ഇതിലൊരു ചെറിയ ഡെറിവേഷൻ വരുന്നുണ്ട്. ആ ഡെറിവേഷൻ വെച്ചിട്ടാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ചെയ്യുന്നത് വെച്ചാൽ ഒരു ഡൈപോൾ വരക്കാം. നമ്മളോട് പറഞ്ഞതാണ് ആക്സിയൽ ലൈൻ ഓഫ് ഡൈപോൾ അല്ലേ. അപ്പോൾ ആ ഡൈപോളിൻ്റെ എന്ത് വരക്കും, ഞാൻ ഫസ്റ്റ് അതിൻ്റെ ആക്സിയൽ ലൈനും ഇക്വറ്റോറിയലും വരക്കാം. അപ്പോൾ ഞാൻ ആക്സിയൽ ലൈൻ വരക്കുമ്പോൾ ഡൈപോൾ നമുക്കറിയാം, ഒന്ന് പോസിറ്റീവ് ചാർജും അങ്ങനെ ഇവിടെ ഏതായിരിക്കും നെഗറ്റീവ് ചാർജ്. ഇതിനെ ഞാൻ A എന്ന് കൊടുക്കുന്നു, ഇവിടെ കൊടുക്കണം P. AB ഈസ് എ ഡൈപോൾ. ഇനി ഈ ഡൈപോളിൻ്റെ സെൻറ്റർ ഞാൻ O എന്ന് കൊടുക്കണം, O. അപ്പോൾ ഡൈപോളിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കുട്ടികളെ, 2a. അങ്ങനെ 2a ആണെങ്കിൽ A മുതൽ O വരെയുള്ളത് എത്രയായിരിക്കും, A മുതൽ O വരെ ഇത് Aക്ക് തുല്യമായിരിക്കും. ഇനി O മുതൽ B വരെയുള്ളത് എന്തായിരിക്കും, 2. ഇനി ആദ്യം ആക്സിയൽ ലൈൻ നമ്മൾ മനസ്സിലാക്കി. നേരത്തെ പറഞ്ഞു, ഈ ഡൈപോളിൻ്റെ അതേ ഡയറക്ഷനുള്ള ഒരു പോയിന്റ്, ആ പോയിന്റ് ഞാൻ P എന്നൊരു പോയിന്റ്
ഈ പി എന്ന പോയിന്റ് ഏതാ? ആക്സിയൽ ആംഗിൾ പോയിന്റ്. ആ പിയിലേക്ക് ഡൈപോളിന്റെ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇത് ഞാൻ കൊടുക്കുന്നു ആർ എന്ന് കൊടുക്കുന്നു. അപ്പൊ ആർ ഈസ് ദ ഡിസ്റ്റൻസ് ടു എ പോയിന്റ് പി ഫ്രം ദ സെന്റർ ഓഫ് ദ ഡൈപോൾ. ഡൈപോളിന്റെ സെന്ററിൽ നിന്നും പിയിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ആർ. ഇനി നോക്കിക്കോ, പ്ലസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഒക്കെ എങ്ങോട്ടായിരിക്കും? പുറത്തേക്ക്. നെഗറ്റീവ് ആണെങ്കിൽ ഉള്ളിലേക്ക്. നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരച്ചു. ഫസ്റ്റ് ഈ പോസിറ്റീവ് ചാർജ് മുഖേന ഫീൽഡുണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി കണക്കാക്കാം. അതേപോലെ തന്നെ നെഗറ്റീവ് ചാർജ് മുഖേന ഫീൽഡ് കാണുന്നു, പിന്നീട് രണ്ടും ആഡ് ചെയ്യും. ഇത്ര നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനടുത്ത് നോക്കൂ, എന്താണ് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ? പി സി ഈക്വൽ ടു നമ്മൾ പഠിച്ചത് ക്യൂ ഇൻറ്റു 2a പഠിച്ചതാണ്. അതേപോലെ തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഡ്യൂ ടു എ പോയിന്റ് ചാർജ്, ഒരു ചാർജ് മുഖേന അത് കെ ഇൻറ്റു ക്യൂ ബൈ ആർ സ്ക്വയർ. ഇങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ മുമ്പ്. അപ്പൊ ഇതിൽ ഫസ്റ്റ് നമ്മൾ പറയുന്നത് ഇപ്പോൾ ചെയ്യാണ് ഈ പോസിറ്റീവ് ചാർജ് മുഖേന ഫീൽഡ് ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ ഈ അറ്റ് പി ഡ്യൂ ടു പ്ലസ് ക്യൂ, ഈ പ്ലസ് ക്യൂ മുഖേന ഇവിടെ മൈനസ് ക്യൂ, ഇവിടെ നമുക്ക് പ്ലസ് ക്യൂ മുഖേന ഫീൽഡുണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി. അപ്പോൾ പ്ലസ് ആണ് ഒറ്റ ചാർജ്. ഇങ്ങനെയാണ് ഇക്വേഷൻ വരാം. E1 ഈക്വൽ ടു കെ ഇൻറ്റു ഏത് ചാർജാണ്? പ്ലസ് ക്യൂ അല്ലേ? അപ്പോൾ ക്യൂ ബൈ ആർ സ്ക്വയർ. ഏത് മുതൽ ഏത് വരെ? ഇതിന്റെ ഡൈപോളിന്റെ നോക്കിക്കോ, ഈ പോയിന്റ് പോസിറ്റീവ് ചാർജ് ഒക്കെ നമ്മുടെ ബിയിലാണ്. അപ്പൊ ബി മുതൽ പി വരെ ഞങ്ങളെ കൊടുക്കുന്നു ബി പി സ്ക്വയർ. ആറിന്റെ സ്ഥാനത്ത് ബി. ഈ ബി പി എത്രയാണ്? ശ്രദ്ധിച്ചോ, ഇത് ഇത്രയും ഭാഗം ആറുണ്ട്. ഓ മുതൽ പി വരെ ആറുണ്ട്. ഇത് എന്തുണ്ട്? ഏഴുണ്ട്. അങ്ങനെ നോക്കിക്കോ, ബി പി എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഒ പി ഈക്വൽ ടു ഒ ബി പ്ലസ് ബി പി തുല്യം അല്ലേ? ഒ പി ആണ് എന്താ? ഒ ബി പ്ലസ് ബി പി. അല്ലെങ്കിൽ ബി പി എന്ന് പറഞ്ഞാൽ എന്തായാലും കൂടിയാണ് ഒ പി മൈനസ് ഒ ബി. അതായത് ഒ പി ആണ് ആറല്ലേ? ഒ മുതൽ പി വരെ ആറ്. അതേപോലെ ഒ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എ ആണ്. ആർ മൈനസ് എ. ഇനി ഞാൻ ഓർക്കുന്നു E1 ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. എത്രയേ ഉള്ളൂ? ഡൈപോൾ വരച്ചു. ആ ഡൈപോൾ ഒരു പോയിന്റാണ് ആക്സിയൽ ലൈൻ. ആ ആക്സിയൽ ലൈനിലേക്ക് പ്ലസ് ക്യൂ മുഖേന ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ ആണ് E1 ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ബൈ ആർ മൈനസ് എ ഹോൾ സ്ക്വയർ. ഇതുകൂടിയാണ് മൈനസ് ടു മുഖേന. ഞാനവിടെ ഇത് നോക്കുമോ, E at P due to minus Q. അതിനാണെങ്കിൽ നോക്കിക്കോ, E2 ഈക്വൽ ടു K ഇൻറ്റു Q ബൈ ഏതാണ് ചാർജ്? മൈനസ് ആണ്. അതുകൊണ്ട് മൈനസ് Q ബൈ ഏതാണ്? നേരത്തെ ബി മുതൽ പി വരെ. അപ്പോൾ ഇനി ഏതാ പറയുന്നത്? എ പി ആണ്. അപ്പോൾ എ പി ഹോൾ സ്ക്വയർ. ഈ ഒരു കാര്യം ശ്രദ്ധിച്ചോ, ഞാൻ ഇതിന്റെ ഡയറക്ഷൻ പ്ലസ് ആണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ട് ഉണ്ടാവുക? പുറത്തേക്ക്. ഈ മൈനസ് ക്യൂ മുഖേനുള്ള ഇതിന്റെ ഡയറക്ഷൻ മൈനസ്. അപ്പൊ ഇങ്ങോട്ട് അല്ലെങ്കിൽ പി എന്ന പോയിന്റ് കഴിഞ്ഞ് ഞാൻ ഇങ്ങോട്ട് കൊടുക്കുന്നു. ഇത് ഏതായിരിക്കും? E2. അങ്ങനെയാണെങ്കിൽ എ പി എത്ര കാണണം? എ പി സി ഈക്വൽ ടു, ശ്രദ്ധിച്ചോ, എ പി എന്ന് പറഞ്ഞാൽ ഏതൊക്കെ കുറിച്ചാൽ എ പി എ ഒ പ്ലസ് ഒ. അതായത് ഇങ്ങനെ എഴുതാം, ഒ പി പ്ലസ് ഒ എ അല്ലെങ്കിൽ എ. അതായത് എ പി എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് എ ഇൻറ്റു ആർ പ്ലസ് എ. ആണെങ്കിൽ E2 ഈക്വൽ ടു കെ ഇൻറ്റു ക്യൂ ബൈ മൈനസ് ക്യൂ ബൈ ആർ പ്ലസ് എ ഹോൾ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഇങ്ങനെ രണ്ട് ഇക്വേഷൻ. ഇനി നമ്മൾ മാഗ്നിറ്റ്യൂഡാണ് കാണുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കാം, മാഗ്നിറ്റ്യൂഡ് ആണെങ്കിൽ ഇവിടെ മൈനസ് ചാർജാണ് പ്ലസ് ഉണ്ട്. പക്ഷേ ഇവിടെ നോക്കൂ, ഇത് അങ്ങോട്ടാണെങ്കിൽ ഈ ഭാഗം ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം. ഓക്കെ,
അപ്പോൾ നമുക്ക് ഇനി രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. ഇവിടെ k × q / r - a whole square E2 = k × - q / r + a whole square. ഇനി റിസൾട്ടന്റ് ഫീൽഡ് നമ്മൾ കാണാം. അങ്ങനെയാണെങ്കിൽ റിസൾട്ടന്റ് ഫീൽഡ് അറ്റ് P, റിസൾട്ടന്റ് ഫീൽഡ് അറ്റ് P ഏതാ? ഈ പീരിയഡുള്ളതാണ്. ഒന്ന് E1 ആണ്, മറ്റൊന്ന് ഏതാ? E2. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു E1 പ്ലസ് E2, E1 പ്ലസ് E2. അല്ലെങ്കിൽ ഈസ് ഈക്വൽ ടു എന്താ? E1 ഇൻഡിക്കേഷൻ k × q / r - a whole square പ്ലസ് E2 ഇൻഡിക്കേഷൻ എന്താ? k × - q / r + a whole square. എങ്കിൽ ഈസ് ഈക്വൽ ടു k × q രണ്ടിലും കോമൺ. k × q ഇവിടെ എങ്ങനെയാണ്? ഇവിടെ കണ്ട ബാക്കി 1/r - a whole square പ്ലസ് ഇൻറ്റു മൈനസ് k × q പോയി കഴിഞ്ഞാൽ 1/r + a whole square. ഇനി ക്രോസ് മൾട്ടിപ്ലൈ ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഈ ഭാഗം നോക്കാം. ഈസ് ഈക്വൽ ടു k × q r + a ഇതുകൊണ്ട് r + a whole square മൈനസ് ഈ r - a whole square കൊണ്ട് r - a whole square all divide a plus b into a minus b. എന്താ? a plus b into a minus b, a square minus b square. ഇനി നോക്കിക്കോ, ഇവിടെയും സ്ക്വയർ ഇവിടെ സ്ക്വയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ സ്ക്വയർ അല്ലേ? അപ്പോൾ ഇതേ ഇൻറ്റു r - a whole square into r + a whole square. അങ്ങനെ r square minus a square whole square. ഇത്രയൊക്കെ ഇപ്പോൾ റിസൾട്ടന്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ നമ്മൾ E1 പ്ലസ് E2 ചെയ്തു. നോക്കിക്കോ, ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഫീൽഡ് k × q താഴെ ഞാൻ അതേപോലെ തന്നെ എഴുതുന്നു r² - a² whole square. നോക്കിക്കോ, a + b whole square. എന്താ a + b whole square ചെയ്യാൻ? r² പ്ലസ് 2a എന്നാൽ 2ra പ്ലസ് a square, a plus b whole square വെച്ച് മൈനസ് ബ്രാക്കറ്റിൽ a minus b whole square, a square minus 2ab 2ra plus b square എന്നാൽ a square. നോക്കിക്കോ, ഈസ് ഈക്വൽ ടു k × q ചെയ്യുന്നു r² minus 2ra പ്ലസ് a square minus into r² minus r² minus into minus 2ra plus 2ra minus into plus a² minus a² all divided by r² minus a² ഇത് നമുക്ക് വെട്ടാളൊക്കെ വെട്ടാം. ഈ r² വെട്ടാം, ഇത് വെട്ടാം, മൈനസ് a² പ്ലസ് അല്ലേ? ഇനി ഇവിടെ പ്ലസ് ആണ്, r² പ്ലസ് 2r പ്ലസ് 2. അങ്ങനെയാണെങ്കിൽ 2ra പ്ലസ് 2ra എത്ര കിട്ടും? ഞാൻ ചെയ്യുമ്പോൾ ഈസ് ഈക്വൽ ടു k × q മുകളിൽ 2ra പ്ലസ് 2ra 4ra divided by r² minus a² whole square. Right. നോക്കുമ്പോൾ നമ്മൾ ഡൈപോൾ മൊമെന്റ് P = q × 2a എന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ 4നെ ഞാൻ എഴുതാണ് 2 × 2 എന്ന് എഴുതാൻ പോവാണ്. എങ്കിൽ ഈസ് ഈക്വൽ ടു k × q ഫോർ 2 ബാക്കി 2ra 2 × 2 4 divided by r² minus a² നോക്കിക്കോ, q × 2a എന്ന് പറഞ്ഞാൽ
എന്താ പി ആണ്. അപ്പോൾ ഈസ് ഈക്വൽ ടു ഈ 2നെ ഞാൻ ആദ്യം അല്ലെങ്കിൽ കെ ആദ്യം എഴുതുന്നു. കെ പിന്നെ ഒരു 2 ഈ ടിക്കറ്റ് 3 ചേർന്നാൽ എന്താണ് പി ഉണ്ട്. പി ഈക്വൽ ടു ക്യൂ ഇൻറ്റു പി. ഇനി ഒരു 6 എന്താണ് 6 ഓൾ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മൈനസ് എ സ്ക്വയർ. നോക്കിക്കോട്ടോ. ഇപ്പം ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് ഇത് അത്രയേ ഉള്ളൂ. ഞാൻ പി എന്ന പോയിന്റ് ഇവിടേക്ക് എത്തും. അങ്ങനെ 6 ഇതുവരെ ഉണ്ടാവും, ഇതുവരെ ഉണ്ടാവും. ഇങ്ങനെ നമുക്ക് എത്ര ഡിസ്റ്റൻസ് വേണമെങ്കിൽ പോകും അല്ലെങ്കിൽ ഇങ്ങോട്ടൊക്കെ പോകണം. അപ്പം ഡിസ്റ്റൻസ് കൂടിയാൽ പി എന്ന പോയിന്റ് ലാർജ് ഡിസ്റ്റൻസിലാണ് കൂടിയത്. അങ്ങനെയാണെങ്കിൽ എ എപ്പോഴും അതിൻ്റെ ഇതായിരിക്കും വളരെ ചെറുതായിരിക്കും. ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് വളരെ ചെറുതായിരിക്കും. അത് നമ്മൾ നോക്കിക്കോ. ഈ പി അറ്റ് large distance are greater than P എന്ന പോയിന്റ് ലാർജ് ഡിസ്റ്റൻസിലാണെങ്കിൽ, അവിടെ ഈ ക്ലാസ് റൂമിൻ്റെ അപ്പുറത്താണ് അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതലാണെങ്കിൽ ആ ഭാഗത്തേക്ക് നമ്മൾ ആർ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എ എന്തായിരിക്കും വളരെ ചെറുതായിരിക്കും. അപ്പോൾ ആ ചെറുത് എന്നത് നമുക്ക് എന്ത് ചെയ്യാം, നെഗ്ലക്ട് ചെയ്യാം, ഒഴിവാക്കാം. ആർ ഗ്രേറ്റർ ദാൻ എ, ദെൻ എ ക്യാൻ ബി നെഗ്ലക്ട്. ये നമുക്ക് ഈ ഇക്വേഷൻ വരിക ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 2p ആർ ബൈ എ ഒഴിവാക്കി നമുക്ക് ബാക്കി ആർ സ്ക്വയർ ഹോൾ സ്ക്വയർ എന്തുണ്ടാവും ആർ റൈസ് ടു 4. അങ്ങനെയാണെങ്കിൽ ഈസ് ഈക്വൽ ടു കെ ഇൻറ്റു 2p ബൈ ആർ റൈസ് ടു 4ഉം മുകളിലത്തെ ആർ ക്യൂബ് എന്ന് കിട്ടും. ഇനി ലാസ്റ്റ് ഇക്വേഷൻ ഈ ആക്സിയൽ ഈക്വൽ ടു എന്ത് കിട്ടും, ഈ കെയുടെ വരെ 1/4πε0 2p by r3. This is the electric field intensity on the axial line of the dipole. എന്തൊക്കെ നമ്മൾ ചെയ്തു, ഒരു ഡൈപോൾ കൺസിഡർ ചെയ്തു. എ ബി എന്ന ഡൈപോള്, ആ ഡൈപോളിൻ്റെ ഡിസ്റ്റൻസ് ആണ് 2a. പിന്നീട് മാക്സ് ലൈൻ ഒരു പോയിന്റ് പി, ഡൈപോളിൻ്റെ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് 6. ഈ പിയിൽ ആദ്യം പോസിറ്റീവ് ചാർജ് മുഖേന ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് കണ്ടു, അതാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ നമ്പർ E1. അതേപോലെ തന്നെ -q മുഖേന പിയിൽ ഉണ്ടാകുന്ന ഇക്വേഷൻ കണ്ടു, അതാണ് ഇക്വേഷൻ നമ്പർ 2 k -q by r². റിസൾട്ടൻ്റ് ഫീൽഡിൽ നമ്മൾ ഈ രണ്ട് ഫീൽഡിൽ നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ ആഡ് ചെയ്തിട്ട് നമ്മൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ 4r കിട്ടുന്നു. 4 നമുക്ക് 2 × 2 ആക്കിയിട്ട് ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ P = Q × 2a ചെയ്തു. അപ്പോൾ P കിട്ടും. പിന്നെ നമ്മൾ P എന്ന പോയിന്റ് ലാർജ് ഡിസ്റ്റൻസിലാണ്, എ വളരെ ചെറുതായിരിക്കും, അതുകൊണ്ട് എ നമുക്ക് നെഗ്ലക്ട് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഇക്വേഷൻ k × 2p by r³ അല്ലെങ്കിൽ 1/4π, കെയുടെ കാര്യം നമ്മൾ ആദ്യം പഠിച്ച കുളംസ് ലെവല് 1/4πε0 1/4πε0 2p by r³ ഓക്കെ അല്ലേ. അപ്പോൾ ഇതാണ് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഓൺ ദ ആക്സിയൽ ലൈൻ ഓഫ് ദ ഡൈപോൾ.